ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण। चैतन्य चरितामृतം ആദിലീല അധ്യായം 10 ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ശ്ലോകം 131 മുതൽ 136 വരെ. 131. കാശീമിശ്ര പ്രദ്യുമ്നമിശ്ര രായ ഭവാനന്ദ യൻഹാരാമിലനെ പ്രഭുപൈല ആനന്ദ. കാശീമിശ്ര പ്രദ്യുമ്നമിശ്ര രായ ഭവാനന്ദ യൻഹാരാമിലനെ പ്രഭുപൈല ആനന്ദ. കാശീമിശ്ര പ്രദ്യുമ്നമിശ്ര രായ ഭവാനന്ദ യൻഹാരാമിലനെ പ്രഭുപൈല ആനന്ദ. നീലാംബര പ്രഭു. हरे कृष्ण। हरे कृष्ण। काशी मिश्र प्रत्युग्न നീലാംബര പ്രഭു. हरे कृष्ण। കാശി മിശ്രൻ പ്രദ്യുമ്ന മിശ്രൻ രായ ഭവാനന്ദരായൻ യാൻഹാര അവരെ മിലനെ കണ്ടുമുട്ടുക പ്രഭു ഭഗവാൻ പായില ലഭിച്ചു ആനന്ദം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ജഗന്നാഥപുരിയിലെ ഭക്തരുടെ പട്ടികയിൽ പരമാനന്ദപുരി സ്വരൂപ ദാമോദരൻ, സാർവഭൗമ ഭട്ടാചാര്യൻ, ഗോപിനാഥ ആചാര്യൻ എന്നിവരിൽ നിന്ന് ആരംഭിക്കുന്നു. കാശി മിശ്രൻ 5ാമത്തേതും പ്രദ്യുമ്ന മിശ്രൻ 6ാമത്തേതും ഭവാനന്ദരായൻ 7ാമത്തേതുമാണ്. ഇവരെ കണ്ടുമുട്ടുന്നതിൽ ചൈതന്യ മഹാപ്രഭു ആനന്ദവാനായിരുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജഗന്നാഥപുരിയിൽ മഹാപ്രഭു രാജപുരോഹിതനായ കാശി മിശ്രയുടെ ഭവനത്തിലായിരുന്നു വസിച്ചിരുന്നത്. പിൽക്കാലത്ത് ഈ ഗൃഹത്തിന് വക്രേശ്വര പണ്ഡിതനും പിന്നീട് അവിടെ ഒരു രാധാകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഗോപാലഗുരു ഗോസ്വാമിയും അനന്തരാവകാശികളായി. കാശി മിശ്രൻ മുമ്പ് മധുരയിലെ കുബ്ജയായിരുന്നെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ 193 പറയുന്നു. ഒഡീഷയിൽ വസിച്ചിരുന്ന പ്രദ്യുമ്ന മിശ്രൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മഹാഭക്തനായിരുന്നു. പ്രദ്യുമ്ന മിശ്രൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലും രാമാനന്ദരായൻ അബ്രാഹ്മണ കുടുംബത്തിലുമാണ് ജനിച്ചതെങ്കിലും രാമാനന്ദരായനിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രനെ ഉപദേശിച്ചു. അന്ത്യലീല 5ാം അധ്യായത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഭവാനന്ദരായൻ ശ്രീരാമാനന്ദരായന്റെ പിതാവായിരുന്നു. ജഗന്നാഥപുരിയിൽ നിന്ന് 12 മൈൽ പടിഞ്ഞാറുള്ള അലാർനാഥയിൽ ബ്രഹ്മഗിരിയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ജാതിയിൽ അദ്ദേഹം ചിലപ്പോൾ കായസ്ഥരെന്നും ചിലപ്പോൾ ശൂദ്രരെന്നും അറിയപ്പെടുന്ന ഒഡീഷയിലെ കാരണ സമുദായക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ രാമാനന്ദരായൻ ജഗന്നാഥപുരിയിലെ പ്രതാപരുദ്ര രാജാവിന്റെ നിയന്ത്രണത്തിൽ മദ്രാസ് പ്രവിശ്യയുടെ ഗവർണറായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 132. ആലിംഗന കരീതാൻ രേ ബലീലാ വചനാം തുമി പാണ്ഡു പഞ്ചപാണ്ഡവാ തുമാരാ നന്ദനാം. ആലിംഗന കരീതാൻ രേ ബലീലാ വചനാം തുമി പാണ്ഡു പഞ്ചപാണ്ഡവാ തുമാരാ നന്ദനാം. ആലിംഗന കരീതാൻ രേ ബലീലാ വചനാം തുമി പാണ്ഡു പഞ്ചപാണ്ഡവാ തുമാരാ നന്ദനാം. വസുപുഷ്പു. हरे कृष्ण। ആലിംഗന കരി താന്റെ ബലീല വചന തുമി പാണ്ഡു പഞ്ചപാണ്ഡവ ത്വമാര നന്ദന. പദാനുപദാർത്ഥം. ആലിംഗന കരി ആലിംഗനം ചെയ്യുക, താന്റെ അദ്ദേഹത്തെ, ബലീല പറഞ്ഞു, വചന വാക്കുകൾ, തുമി നിങ്ങൾ, പാണ്ഡു പാണ്ഡുവായിരുന്നു, പഞ്ച 5, പാണ്ഡവ പാണ്ഡവർ, ത്വമാര നിങ്ങളുടെ, നന്ദന പുത്രന്മാർ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭവാനന്ദരായനെ ആലിംഗനം ചെയ്ത് മഹാപ്രഭു അദ്ദേഹത്തോട് പ്രഖ്യാപിച്ചു, അങ്ങ് മുമ്പ് പാണ്ഡുവായിരുന്നു, അങ്ങയുടെ പുത്രന്മാരോ പഞ്ചപാണ്ഡവന്മാരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 133. രാമാനന്ദരായ പട്ടനായക ഗോപിനാഥ കലാനിധി
സുധാനിധി നായക വാണിനാഥ. രാമാനന്ദരായ പട്ടനായക ഗോപിനാഥ. കലാനിധി സുധാനിധി നായക വാണിനാഥ. രാമാനന്ദരായ പട്ടനായക ഗോപിനാഥ. കലാനിധി സുധാനിധി നായക വാണിനാഥ. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. രാമാനന്ദരായ പട്ടനായക ഗോപീനാഥ കലാനിധി സുധാനിധി നായക വാണിനാഥ. പദാനുപദാർത്ഥം. രാമാനന്ദരായൻ പട്ടനായക ഗോപിനാഥൻ കലാനിധി സുധാനിധി നായക വാണിനാഥൻ. വിവർത്തനം ശ്രീ എസ് ഭക്തി വേദാന്ത സ്വാമി ശിലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ഭവാനന്ദരായന്റെ 5 പുത്രന്മാർ രാമാനന്ദരായ, പട്ടനായക ഗോപിനാഥൻ, കലാനിധി, സുധാനിധി, നായക വാണിനാഥൻ എന്നിവരായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 134. ഹേ പഞ്ചപുത്ര തുമാരാ മോരാ പ്രിയപാത്ര രാമാനന്ദ സഹാ മോരാ ദേഹബാധ മാത്ര. ഹേ പഞ്ചപുത്ര തുമാരാ മോരാ പ്രിയപാത്ര രാമാനന്ദ സഹാ മോരാ ദേഹഭേദ മാത്ര. हे पंचपुत्र तुम्हारा मोरा प्रियवत्र रामानंद सहमोरा देह भेदा मात्रा. गीतामाजी. ഹരേ കൃഷ്ണ. ഇവർ 5 പുത്രന്മാർ. തൊമാര നിങ്ങളുടെ, മോര എൻ്റെ, പ്രിയപാത്ര പ്രിയപ്പെട്ട, രാമാനന്ദ സഹ രാമാനന്ദരായനൊപ്പം, മോര എൻ്റെ, ദേഹഭേദ ശാരീരിക വ്യത്യാസം, മാത്രം. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭു ഭവാനന്ദരായനോട് പറഞ്ഞു, നിങ്ങളുടെ 5 പുത്രന്മാരും എൻ്റെ പ്രിയ ഭക്തന്മാരാണ്. രാമാനന്ദരായന്റെയും എന്റെയും ശരീരങ്ങൾ വേറെയാണെങ്കിലും ഞങ്ങൾ ഒന്നാണ്. ഭാവാർത്ഥം. ശീല ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. രാമാനന്ദരായൻ മുമ്പ് അർജുനനായിരുന്നു എന്ന് ഗൗര ഗണേശ ദീപികയിൽ പ്രസ്താവിക്കുന്നു. 120, 124 വരെ. അദ്ദേഹം ഗോപിക ലളിതയുടെ അവതാരമായും വിശാഖ ദേവിയുടെ അവതാരമാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അതിവിശ്വസ്തനായ ഭക്തനായിരുന്നു. മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഒരു സന്യാസിയാണെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്റെ മനസ്സ് ചിലപ്പോൾ ഉലയാറുണ്ട്. പക്ഷേ രാമാനന്ദരായൻ എന്നേക്കാൾ വലിയ. എന്തെന്നാൽ അദ്ദേഹം ഒരു സ്ത്രീയെ സ്പർശിക്കുമ്പോൾ പോലും അസ്വസ്ഥനാകുന്നില്ല. രാമാനന്ദരായർക്ക് മാത്രമേ ഇത്തരത്തിലൊരു സ്ത്രീയെ സ്പർശിക്കാനുള്ള വിശേഷ അധികാരം നൽകിയിട്ടുള്ളൂ. ആരും അദ്ദേഹത്തെ അനുകരിക്കരുത്. ദൗർഭാഗ്യവശാൽ രാമാനന്ദരായരുടെ പ്രവൃത്തികൾ അനുകരിക്കുന്ന തെമ്മാടികളുണ്ട്. നാം അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. മഹാപ്രഭുവിന്റെ അന്ത്യലീലകളിൽ കൃഷ്ണന്റെ വിരഹത്തിലുള്ള അവിടുത്തെ ഉന്മത്ത വികാരങ്ങൾ ശാന്തമാക്കാൻ രാമാനന്ദരായനും സ്വരൂപദാമോദരനും ശ്രീമദ് ഭാഗവത്തിൽ നിന്നും ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള അനുയോജ്യമായ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിൽ സദാ മുഴുകിയിരുന്നു. ചൈതന്യ ഭഗവാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുമ്പോൾ കൃഷ്ണന്റെയും ഗോപികമാരുടെയും യുഗള പ്രേമം മനസ്സിലാക്കുന്നതിൽ രാമാനന്ദരായനോളം ഔന്നത്യം ആർജിച്ച മറ്റൊരു ഭക്തനുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സന്ധിക്കാൻ സാർവഭൗമ ഭട്ടാചാര്യർ മഹാപ്രഭുവിനെ ഉപദേശിക്കുകയുണ്ടായി. ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരത പര്യടനത്തിനിടയിൽ ഗോദാവരിയുടെ തീരത്ത് വെച്ച് രാമാനന്ദരായനുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ സുദീർഘമായ സംവാദത്തിൽ ചൈതന്യ ഭഗവാൻ ഒരു ശിഷ്യന്റെ സ്ഥാനം സ്വീകരിക്കുകയും രാമാനന്ദരായൻ അവിടുന്ന് ഉപദേശിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ടാണ് ആ സംവാദങ്ങൾ അവസാനിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട രാമാനന്ദ, നിങ്ങളും ഞാനും ഉന്മത്തരാണ്. അതുകൊണ്ടാണ് നാം ഇരുവരും തുല്യ തലത്തിൽ ഉറ്റവരായി കണ്ടുമുട്ടിയത്. രാമാനന്ദരായനോട് അദ്ദേഹത്തിന്റെ സർക്കാർ ജോലി രാജിവെച്ച് തന്നോടൊപ്പം ജീവിക്കാൻ ജഗന്നാഥപുരിയിലേക്ക് വരുവാൻ ചൈതന്യ ഭഗവാൻ ഉപദേശിച്ചു. പ്രതാപരുദ്ര മഹാരാജാവ് ഒരു രാജാവായിരുന്നതിനാൽ അദ്ദേഹത്തെ കാണാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു വിസമ്മതിച്ചെങ്കിലും രാമാനന്ദരായൻ ഒരു വൈഷ്ണവമായ തന്ത്രപ്രയോഗത്തിലൂടെ മഹാപ്രഭുവും രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്തെടുത്തു. മധ്യലീല 12-ാം അധ്യായം 41 മുതൽ 57 വരെയുള്ള ശ്ലോകങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട്. രഥയാത്രോത്സവത്തിനു ശേഷമുള്ള ഭഗവാന്റെ ജലകേളി വേളയിൽ രാമാനന്ദരായൻ സന്നിഹിതനായിരുന്നു. രാമാനന്ദരായർ സർക്കാർ സേവനത്തിൽ മുഴുകിയിരുന്ന ഒരു ഗൃഹസ്ഥനും സനാതന ഗോസ്വാമി
ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിദഗ്ധനായ സന്യാസിയുമായിരുന്നെങ്കിലും ഇരുവരും ഭഗവത് ഭക്തന്മാരും എല്ലാ പ്രവർത്തനങ്ങളിലും കൃഷ്ണനെ കേന്ദ്രത്തിൽ ആയതിനാൽ ചൈതന്യ മഹാപ്രഭു രാമാനന്ദനെയും സനാതന ഗോസ്വാമിയെയും വിരക്തിയുടെ കാര്യത്തിൽ തുല്യരായി പരിഗണിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണഭക്തിയുടെ ഏറ്റവും രഹസ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന മൂന്ന് വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീ രാമാനന്ദരായൻ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രയോട് രാമാനന്ദരായനിൽ നിന്ന് കൃഷ്ണശാസ്ത്രം പഠിക്കാൻ ഉപദേശിച്ചു. കൃഷ്ണലീലയിൽ കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ സുബലൻ എല്ലായ്പ്പോഴും കൃഷ്ണനെ സഹായിച്ചിരുന്നത് പോലെ രാമാനന്ദരായൻ ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണനിൽ നിന്നുള്ള അവിടുത്തെ വേർപാടിന്റെ വൈകാരിക അനുഭവങ്ങളിൽ സഹായിച്ചു. ശ്രീ രാമാനന്ദരായർ ജഗന്നാഥ വല്ലഭ നാടകത്തിന്റെ രചയിതാവുമായിരുന്നു. ഹരേ കൃഷ്ണ. മൂന്നര എന്നാ പറഞ്ഞേക്കണേ. പ്രതാപരുദ്ര രാജ ആരാ ഓധ്ര കൃഷ്ണാനന്ദ പരമാനന്ദ മഹാപത്ര ഓധ്ര ശിവാനന്ദ ഭഗവാനാചാര്യ ബ്രഹ്മാനന്ദോഖ്യ ഭാരതി ശ്രീ ശിഖി മാതാജി ആരാ മുരാരി മാഹിതി. പ്രതാപരുദ്ര രാജ ആരാ ഓധ്ര കൃഷ്ണാനന്ദ പരമാനന്ദ മഹാപാത്ര ഓധ്ര ശിവാനന്ദ ഭഗവാനാചാര്യ ബ്രഹ്മാനന്ദാഖ്യ ഭാരതി ശ്രീ ശിഖി മാഹിതി ആരാ മുരാരി മാഹിതി. പ്രതാപരുദ്ര രാജ ആരാ ഓധ്ര കൃഷ്ണാനന്ദ പരമാനന്ദ മഹാപാത്ര ഓധ്ര ശിവാനന്ദ ഭഗവാൻ ആചാര്യ ബ്രഹ്മാനന്ദാഖ്യ ഭാരതി ശ്രീ ശിഖി മാഹിതി ആരാ മുരാരി മാഹിതി. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. പ്രതാപരുദ്ര രാജ, ഒറീസയിലെ പ്രതാപരുദ്ര രാജാവ്. ആരാ ഓഠ കൃഷ്ണാനന്ദൻ എന്ന ഒറിയൻ ഭക്തൻ. പരമാനന്ദ മഹാപാത്രൻ. ഓഠ ശിവാനന്ദ, ഒറീസക്കാരനായ ശിവാനന്ദൻ. ഭഗവാൻ ആചാര്യൻ. ബ്രഹ്മാനന്ദ ആഖ്യ ഭാരതി, ബ്രഹ്മാനന്ദ ഭാരതി എന്ന ഭക്തൻ. ശ്രീ ശിഖി മാഹിതി. ആരാ മുരാരി മാഹിതി. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിച്ചിരുന്നപ്പോൾ ഒഡീഷയിലെ പ്രതാപരുദ്ര രാജാവും ഒഡിയ ഭക്തരായ കൃഷ്ണാനന്ദനും ശിവാനന്ദനും പരമാനന്ദ മഹാപാത്രവും ഭഗവാൻ ആചാര്യനും ബ്രഹ്മാനന്ദ ഭാരതിയും ശ്രീ ശിഖി മാഹിതിയും മുരാരി മാഹിതിയും അവിടുന്നുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. കട്ടക്ക് ആസ്ഥാനമായുള്ള ഗംഗാ രാജവംശത്തിലെ പ്രതാപരുദ്ര മഹാരാജാവ് ഒഡീഷയുടെ ചക്രവർത്തിയും ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭക്തനുമായിരുന്നു. രാമാനന്ദരായന്റെയും സാർവഭൗമ ഭട്ടാചാര്യന്റെയും ശ്രമങ്ങളാലാണ് അദ്ദേഹത്തിന് ചൈതന്യ ഭഗവാനെ നേരിട്ട് സേവിക്കാൻ സാധിച്ചത്. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ജഗന്നാഥന്റെ ക്ഷേത്രം നിർമ്മിച്ച ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് പിന്നീട് സ്വകുടുംബത്തിൽ തന്നെ മഹാപ്രഭുവിന്റെ കാലത്ത് പ്രതാപരുദ്ര രാജാവായി പുനർജനിച്ചുവെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ 118 പറയുന്നു. പ്രതാപരുദ്ര മഹാരാജാവ് ദേവേന്ദ്രനോളം ശക്തനായിരുന്നു. ചൈതന്യ ചന്ദ്രോദയം എന്ന നാടകം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രചിച്ചതാണ്. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5-ാം അധ്യായത്തിൽ പരമാനന്ദ മഹാപാത്രനെ കുറിച്ച് ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഒഡീഷയിൽ ജനിക്കുകയും ചൈതന്യ മഹാപ്രഭുവിനെ തങ്ങളുടെ ഏകമാത്ര സ്വത്തായി സ്വീകരിക്കുകയും ചെയ്ത ഭക്തന്മാരിൽ പരമാനന്ദ മഹാപാത്രനും ഉൾപ്പെടുന്നു. മാധുര്യ പ്രേമത്തിന്റെ ആനന്ദ നിർവൃതിയിൽ അദ്ദേഹം സദാ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിച്ചു. പണ്ഡിതനായിരുന്ന ഭഗവാൻ ആചാര്യൻ മുമ്പ് ഹാലിശഹരയിലാണ് വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി സർവവും ഉപേക്ഷിച്ചു. ചൈതന്യ മഹാപ്രഭുവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു ഗോപബാലകന്റേതുപോലുള്ള സൗഹൃദമായിരുന്നു. സ്വരൂപ ഗോസാനിയുമായും എല്ലായ്പ്പോഴും സൗഹൃദത്തിലായിരുന്ന അദ്ദേഹം മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ ദൃഢഭക്തി പുലർത്തിയിരുന്നു. അദ്ദേഹം ചിലപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ
സ്വഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഭഗവാൻ ആചാര്യൻ വളരെ ഉദാരമതിയും ലളിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് സദാനന്ദ ഖാൻ ഒരു സമ്പൂർണ്ണ ഭൗതികവാദിയും ഇളയ സഹോദരൻ ഗോപാല ഭട്ടാചാര്യൻ ഒരു തീവ്ര മായാവാദി പണ്ഡിതനുമായിരുന്നു. തന്റെ സഹോദരൻ ജഗന്നാഥപുരിയിൽ എത്തിയപ്പോൾ ഭഗവാൻ ആചാര്യൻ അയാളിൽ നിന്ന് മായാവാദ തത്വശാസ്ത്രം ശ്രവിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും സ്വരൂപ ദാമോദരൻ അത് വിലക്കുകയും അതോടെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. ഒരിക്കൽ ബംഗാളിൽ നിന്നുള്ള ഭഗവാൻ ആചാര്യന്റെ ഒരു സുഹൃത്ത് ഭക്തിയുഗ സേവനത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയ ഒരു നാടകവുമായി ഭഗവാൻ ആചാര്യനെ സമീപിച്ചു. ഭഗവാൻ ആചാര്യൻ ആ നാടകം മഹാപ്രഭുവിന്റെ മുൻപിൽ വായിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവിടുത്തെ കാര്യദർശിയായ സ്വരൂപ ദാമോദരൻ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചില്ല. പിന്നീട് സ്വരൂപ ദാമോദരൻ ആ നാടകത്തിലെ പല തെറ്റുകൾ ഭക്തിയുഗ സിദ്ധാന്തത്തോടുള്ള അതിന്റെ വിയോജിപ്പും ചൂണ്ടിക്കാട്ടുകയും തന്റെ എഴുത്തിലെ തെറ്റുകൾ ബോധ്യമായ ഗ്രന്ഥകർത്താവ് സ്വരൂപ ദാമോദരന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്യുകയുണ്ടായി. അന്ത്യലീല 5-ാം അധ്യായം 91 മുതൽ 158 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ചിഖി മാഹിതി മുമ്പ് ശ്രീമതി രാധാറാണിയുടെ രാഗലേഖ എന്ന സഹായിയായിരുന്നുവെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 189 പറയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി മാധവിയും ശ്രീമതി രാധാറാണിയുടെ കലാകേളി എന്ന പേരുള്ള സഹായിയായിരുന്നു. ശിഖി മാഹിതിയും മാധവിയും അവരുടെ സഹോദരൻ മുരാരി മാഹിതിയും ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു നിമിഷം പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വിസ്മരിക്കാൻ കഴിയാതിരുന്ന അചഞ്ചല ഭക്തരായിരുന്നു. ഒഡീഷ ഭാഷയിലുള്ള ചൈതന്യ ചരിത മഹാകാവ്യം എന്ന ഗ്രന്ഥത്തിൽ ശിഖി മാഹിതിയെ കുറിച്ചുള്ള ധാരാളം വർണ്ണനകളുണ്ട്. അദ്ദേഹം ഹർഷോന്മാദാവസ്ഥയിൽ കണ്ട ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ് ഒരു വർണ്ണന. ശിഖി മാഹിതി മാനസികമായി എല്ലായ്പ്പോഴും ഭഗവാന് സേവനം ചെയ്തുകൊണ്ടാണിരുന്നത്. ഒരു രാത്രി അത്തരം സേവനം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ഉറങ്ങുന്നതിന് ഇടയിൽ ഉണർത്താൻ അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരിയും വരികയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായും ഹർഷോന്മാദത്തിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജഗന്നാഥന്റെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മഹാപ്രഭു ജഗന്നാഥന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും തിരിച്ചിറങ്ങി വന്ന ജഗന്നാഥ വിഗ്രഹത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതിവിസ്മയകരമായ ഒരു സ്വപ്ന ദർശനത്തിലായിരുന്നു അദ്ദേഹം. അപ്രകാരം ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെട്ട അദ്ദേഹം പെട്ടെന്ന് സഹോദരനെയും സഹോദരിയെയും ആലിംഗനം ചെയ്തുകൊണ്ട് അവരെ ഇങ്ങനെ അറിയിച്ചു: എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. നിങ്ങളോട് അത് വിവരിക്കാം. ശചി മാതാവിന്റെ പുത്രനായ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും അത്യന്തം അതിശയകരമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കുന്നതിനിടയിൽ ജഗന്നാഥന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറി പോകുന്നതും വീണ്ടും ശരീരത്തിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതും ഞാൻ കണ്ടു. ഇപ്പോഴും ഞാൻ ആ സ്വപ്നം കാണുകയാണ്. എനിക്ക് എന്തെങ്കിലും അതിഭ്രമം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും ആ സ്വപ്നം കാണുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ മഹാപ്രഭുവിന്റെ ദീർഘഹസ്തങ്ങളാൽ എന്നെ ആലിംഗനം ചെയ്തു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ശിഖി മാഹിതി തന്റെ സഹോദരനോടും സഹോദരിയോടും വിവിധം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം പതറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. അനന്തരം ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയ സഹോദരനും സഹോദരിയും അവിടെ ജഗന്മോഹന കീർത്തന മണ്ഡപത്തിൽ മഹാപ്രഭു ശിഖി മാഹിതി സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ തന്നെ ശ്രീ ജഗന്നാഥ വിഗ്രഹത്തിന്റെ സൗന്ദര്യം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. വിശാലമനസ്കനായ ഭഗവാൻ തക്ഷണം നീ മുരാരി മാഹിതിയുടെ ജ്യേഷ്ഠ സഹോദരനല്ലേ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ശിഖി മാഹിതിയെ ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്താൽ ശിഖി മാഹിതിക്ക് പ്രേമോന്മാദ പൂർണ്ണമായ ആത്മീയ ആനന്ദം അനുഭവപ്പെട്ടു. അപ്രകാരം അദ്ദേഹം സഹോദരനും സഹോദരിയും ഭഗവാന്റെ സേവനത്തിൽ മുഴുകി. ശിഖി മാഹിതിയുടെ ഇളയ സഹോദരൻ മുരാരി മാഹിതിയെ പറ്റി മധ്യലീല 10-ാം അധ്യായം 44-ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിപരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപതാ മഹ്യം ദദാ വിശ്വപ്രദായം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ
ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനേ. ശിവാശഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമാം. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗ ഭക്തിദാം ഗൗരകരുണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജേ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ ദേ. ഗൗരാവിർഭവുമേഷ്ടം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപാസനാഥന ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടാദാസ രഘുനാഥ. ഏച്ചായ ഘോഷായ കോരി ചരൺ ബന്ധൻ ജഹാം ഹോത്തെ വിഘ്നാനാശ അഭീഷ്ടപൂരൻ. വാഞ്ചാ കൽപദ്രു വിഷ്ടപൻ വാഞ്ചാ കൽപദ്രുവസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമവദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്യുഷേ നമാം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയദാം സുരോ പങ്കോർമമ മന്ദമദേ ഗതി മത്സർവസുപദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാ ശ്രീമദ്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭ്യവം ശ്രീവടത്തടസ്ഥിതഃ കഷൻ വേണുസ്വനേ ഗോപി ഗോപിനാഥ ശ്രീയേതുനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. കാശി മിശ്ര പ്രദ്യുമ്ന മിശ്ര രായർ ഭവാനന്ദ യൻഹാരാമിലിനെ പ്രഭു പൈര ആനന്ദ. In the list of devotees at Jagannath Puri, which begins with Paramananda Puri, Swarup Damodara, Sarvabhauma Bhattacharya and Gopinathacharya. Kashi Mishra was the fifth, Pradyumna Mishra was the sixth, Bhavanandaraya the seventh. Lord Chaitanya took great pleasure in meeting with them. അപ്പോൾ പുരിയിലത്തെ ഭക്തന്മാരുടെ വിവരണമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകങ്ങളിൽ ഈ 4 പേര് അതിനെ പറയുന്നു. പരമാനന്ദപുരി, സ്വരൂപ ദാമോദര. പിന്നത്തെ ശ്ലോകങ്ങളിൽ സർവഭൗമ ഭട്ടാചാര്യ, 130-ാം ശ്ലോകത്തിൽ സർവഭൗമ ഭട്ടാചാര്യയും അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ ആയിട്ടുള്ള ഗോപിനാഥ ആചാര്യ, ഇവരെക്കുറിച്ചും വിസ്തരിച്ചു. ഇനി കുറച്ചുകൂടി ഡിവോട്ടീസിനെ പറഞ്ഞാണ് ഇവിടെ ഈ 4 പേര്. കാശി മിശ്ര, പ്രദ്യുമ്ന മിശ്ര. കാശി മിശ്രയുടെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭുവിടെ താമസിച്ചത്. ആ വീട് ഇപ്പോഴും കാണാൻ പറ്റും. അവിടെ വീട്ടിൽ ചൈതന്യ മഹാപ്രഭു ഇരുന്ന സ്ഥലം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കുറേ ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവിടെ കാണും. അദ്ദേഹം പ്രതാപരുദ്ര മഹാരാജാവിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പൂജാരിയായിരുന്നു. പ്രതാപരുദ്ര മഹാരാജാവായിട്ട് വളരെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വീട് ചൈതന്യ മഹാപ്രഭുവിനായിട്ട് നൽകാൻ കഴിഞ്ഞു. വളരെ സുന്ദരമായിട്ടുള്ള ഗൃഹമാണത്. നമുക്കവിടെ നമ്മൾ പുരിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും അത് കാണാറുണ്ട്. കാശി മിശ്ര, പ്രദ്യുമ്ന മിശ്ര എന്ന് പറയുമ്പോൾ രണ്ടുപേരും. മിശ്ര എന്ന് പറയുമ്പോൾ ബ്രാഹ്മൺ ഫാമിലിയാണ്, ബ്രാഹ്മൺസ് ആണ്. കാശി മിശ്ര കുബ്ജയായിരുന്നു എന്നാണ്. കുബ്ജ ആരാന്നറിയാം. ഒരു പൂവിനുള്ള സ്ത്രീ. അതെ, ഭയങ്കര സുന്ദരിയാക്കി മാറ്റിയാണ് കൃഷ്ണൻ. ആ കുബ്ജ മധുരയിലത്തെ സ്ത്രീയായിരുന്നു. മധുരയിലെ കൃഷ്ണൻ കടന്നപ്പോൾ
ആദ്യമായിട്ട് കാണുന്ന കുബ്ജയാണ്. ആ കുബ്ജയെ ഭഗവാൻ താടി പിടിച്ച് ഉയർത്തിപ്പോൾ അതിന് കൂനെല്ലാം പോയി അത് പൂർവാധികം സുന്ദരിയായി മാറി എന്ന് പറയുന്നുണ്ട്. ആ കുബ്ജയാണ് കാശി മിശ്രയായിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ കാശി മിശ്രയായിട്ട് വരുന്ന കുബ്ജയായിരുന്നു. പ്രദ്യുമ്ന മിശ്ര എന്ന് പറഞ്ഞ ബ്രാഹ്മണ ഫാമിലി വെച്ച വലിയൊരു ചൈതന്യ മഹാപ്രഭു വലിയൊരു ഡിവോട്ടിയാണ്. ഇപ്പോഴും ചൈതന്യ മഹാപ്രഭു ഇവരുമായിട്ട് സംവാദം ചെയ്യുന്നതിൽ വളരെ ആനന്ദം ഉണ്ടായിരുന്നു. പ്രദ്യുമ്ന മിശ്ര ബ്രാഹ്മണനാണ്. പക്ഷേ റായ് രാമാനന്ദ, ഭവാനന്ദ റായുടെ മകനായിട്ടുള്ള റായ് രാമാനന്ദ, അദ്ദേഹത്തിന് ബ്രാഹ്മണനല്ല, കായസ്ഥ ഫാമിലി, കായസ്ഥ കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് രഘുനാഥ് ദാസ ഗോസ്വാമിയെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കായസ്ഥ കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്. കായസ്ഥ എന്നുള്ളത് പ്രതാപശാലികളാണ്, ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ പിന്നോക്ക സമുദായമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ റായ് രാമാനന്ദൻ കായസ്ഥ ഇതിൽ ഒരു കമ്മ്യൂണിറ്റി വരുന്നതാണ്. അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനായിട്ട് കണക്കാക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭക്തി അത്രയും ശ്രേഷ്ഠമായതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രയോട് പറഞ്ഞു, താങ്കൾ ഇദ്ദേഹത്തിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം അത്രയും ഉന്നതനായിട്ടുള്ള ഭക്തനാണ് റായ് രാമാനന്ദ പ്രഭു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പ്രതാപ് മിശ്ര ഇദ്ദേഹത്തിൽ നിന്ന് ഭക്തിയുടെ പാഠങ്ങൾ പഠിച്ചു. ഭക്തിയുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം മുഴുവൻ ഉൾക്കൊണ്ടു എന്ന് പറയും. അടുത്ത ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു റായ് രാമാനന്ദനോട് പറയാണ്, ആലിംഗന കരീതാൻ രാമലീല വചന തുമീ പാണ്ഡു പാണ്ഡു പഞ്ചപാണ്ഡവ തുമാരാ നന്ദന രാമാനന്ദരായ ഭട്ടനായക ഗോപിനാഥ കലാനിധി സുധാനിധി നായക വാണിനാഥ. Embracing Rai Ramananda, Lord declared to him, you formerly appeared as Pandu and your 5 sons appeared as 5 Pandavas. താങ്കൾ പാണ്ഡുവായിരുന്നു. റായ് രാമാനന്ദൻ്റെ അച്ഛനായിട്ടുള്ള ഭവാനന്ദ റായയോട് ചൈതന്യ മഹാപ്രഭു പറയാണ്, താങ്കൾ ഞാൻ കൃഷ്ണനായിട്ടുള്ളപ്പോൾ അവിടെ പാണ്ഡുവായിരുന്നു അദ്ദേഹം, താങ്കളായിരുന്നു. താങ്കളുടെ 5 മക്കള് ഇവിടെ കൊടുക്കുന്ന പേരുകൾ റായ് രാമാനന്ദ, രാമാനന്ദ റായ, പട്ടനായക ഗോപിനാഥ, കലാനിധി, സുധാനിധി, നായക വാണിനാഥ. ഇത് 5 ആൺകുട്ടികൾ. 5 പേരും പാണ്ഡവരായിട്ടാണ് കണക്കാക്കുന്നത്. ഗൗര ഗണോദേശ ദിവ്യയില് ഇതുപറ്റി പ്രസ്താവിക്കുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അപ്പൊ ഇവരും അത്രയും താങ്കൾ ഉന്നത തലത്തിലുള്ള ആളാണ്, താങ്കളും ഉന്നതത്തിൽ താങ്കളുടെ മക്കളാണെങ്കിൽ അതിശ്രേഷ്ഠരാണ്. അപ്പൊ അവരുമായിട്ട് സംവാദം ചെയ്യാൻ ചൈതന്യ മഹാപ്രഭു അത്രയും താല്പര്യം. അടുത്ത ശ്ലോകത്തില് ഇതിനെ കുറിച്ച് വളരെയധികം പറയുന്നുണ്ട്. രാമാനന്ദനെ പറ്റി പറയുന്നുണ്ട്. ഏ പഞ്ചപുത്ര തുമാരാ മോരാ പ്രിയാപാത്ര രാമാനന്ദ സഹ മോര ദേഹഭേദ മാത്ര. Shri Chaitanya Mahaprabhu told Bhavananda Raya, your 5 sons are all my dear devotees. Ramananda Raya and I are one, although our bodies are different. താങ്കളുടെ 5 മക്കളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്. എന്നിരുന്നാലും വിശേഷിച്ച് റായ് രാമാനന്ദൻ എനിക്ക് അതീവ പ്രിയനാണ്. ഞങ്ങൾ രണ്ടും ഒന്നാണ്, ദേഹം വേറെ മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ രണ്ടും ഒന്നാണ്. അപ്പോൾ ഗൗര ഗണോദാശ ദേവികയില് 120 മുതൽ 124 വരെയുള്ള ശ്ലോകങ്ങളുടെ റായ് രാമാനന്ദ അർജുനനായിരുന്നു പറയുന്നുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം ലളിതാ സഖിയായിട്ട് കണക്കാക്കുന്നുണ്ട്. ചില ആൾക്കാർ വിശാഖ സഖിയായിട്ട് പറയുന്നുണ്ട്. സ്വരൂപ് ദാമോദര ഈ ലളിതാ സഖിയായിട്ട് കണക്കാക്കുന്നുണ്ട്. വിശാഖ സഖിയായിട്ട് റായ് രാമാനന്ദനെ കണക്കാക്കാം. ലളിതാ സഖി എന്ന് പറയുന്ന കുറെ കൂടി ശക്തിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കൃഷ്ണനോട് ഭയങ്കര ദേഷ്യത്തോടെ വാദിക്കുക, അല്ലെങ്കിൽ കൃഷ്ണൻ രാധാറാണിക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വാദിക്കുന്ന സഖിയായിരുന്നു. അഷ്ടസഖിയുടെ ആളാണ് ലളിതാ സഖി. സംസ്കാരം വളരെയധികം ക്വാളിറ്റീസും വളരെയധികം കഴിവുകളുള്ള അതാണ് ഏറ്റവും ഏറ്റവും അടുത്ത 2 സഖിമാരില് ലളിതാ സഖി, വിശാഖ സഖിയാണ്. ലളിതാ സഖി ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് ഓഫ് രാധാറാണി. രാധാറാണി ഭയങ്കര തീവ്രമായ രീതിയിൽ സംരക്ഷിച്ചതാണ്.
കൃഷ്ണന്റെ എല്ലാ വികൃതികളും, കൃഷ്ണന്റെ കുറുമ്പുകളെല്ലാം ആദ്യം മനസ്സിലാക്കിയിട്ട് കൃഷ്ണനെ നിയന്ത്രിച്ച് ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്ന ആളായിരുന്നു ലളിതാദേവി, ലളിതാസഖി. അപ്പൊ ആ ലളിതാസഖി സ്വരൂപ് ദാമോദരന്റെ കണക്കാണ്. കാരണം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ വളരെയധികം ശക്തമായിട്ട് തീവ്രമായിട്ട് സംരക്ഷിച്ച ആളാണ്. റായ് രാമാനന്ദ അർജുനായിട്ടും വിഷാദസഖിയായിട്ട് പറയുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു പ്രത്യേകിച്ചും പറയുന്നുണ്ട് രാമാനന്ദ വിരക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവാണ്, എനിക്ക് ചിലപ്പോൾ ചില സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു സംരംഭം തോന്നും. പക്ഷേ റായ് രാമാനന്ദനെ സംബന്ധിച്ചോളം അതിന് സ്ത്രീകളെ തൊട്ടാൽ പോലും അദ്ദേഹത്തിന് യാതൊരു ഭാവപകർച്ച ഉണ്ടാവില്ല, അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് റായ് രാമാനന്ദന് ഇത് സ്ത്രീകളെ തൊടാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ റൈറ്റ് അനുവദിച്ചിരുന്നു. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റില്ല. ചില സഹജീയ ആൾക്കാരെന്ന് പറയും. സഹജീയ വെച്ചാൽ കൃത്രിമമായിട്ട് അനുകരിക്കുന്ന ആൾക്കാർ. കൃഷ്ണന്റെയും രാധാറാണിയുടെയും കൃഷ്ണന്റെയും ഗോപിമാരുടെ എല്ലാം ഡാൻസുകൾ, രാസ ഡാൻസ് എല്ലാം അനുകരിച്ച് തങ്ങൾ ആ നിലയിൽപ്പെട്ട ആൾക്കാരാണ്. അത്രയും ഉന്നത ശ്രേണിയിലുള്ള ഭക്തന്മാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ രസ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറയും ഞങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റേഴ്സായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സ്ക്രിപ്റ്റേഴ്സ് ഈ സാധനം അവരെ പടിപടിയായിട്ട് ഉയർത്തുന്ന കാര്യമാണ്. ഞങ്ങൾ അതിൻ്റെയും മേലെ കിടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അത്രയും ഭഗവാനെ നേരിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾക്ക് മറ്റുള്ള സഹായം കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഇതുകൊണ്ടോ ഞങ്ങൾക്ക് കൃഷ്ണൻ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കൃഷ്ണൻ ഞങ്ങളുടെ തന്നെയാണ്, ഞങ്ങൾ എപ്പോഴായിട്ടും ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് സഹജീയ ആൾക്കാരെ വാദിക്കും. അപ്പോൾ ഈ സഹജീയ ആൾക്കാരെ ഇതേപോലെ റായ് രാമാനന്ദനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തങ്ങളും ആ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഭക്തന്മാരാണ് എന്ന് അവകാശപ്പെട്ടു. പക്ഷെ ഇവരെല്ലാം ചില പ്രബോധവും ഭക്തന്മാരെ അവരെല്ലാം ത്യജിക്കും, അവരെല്ലാം നിലയ്ക്ക് നിർത്തും, അവരെ നിർത്തേണ്ട രീതിയിൽ അവർ നിർത്തും. ഒരിക്കലും അവരുടെ ഈ കാമക്കൂത്തില് ഭക്തന്മാരെ പങ്കെടുക്കില്ല. അന്തിലയുടെ അവസാന ഘട്ടം എത്തുമ്പോൾ ചൈതന്യ മഹാപ്രഭു വിരഹഭാവത്തില് അങ്ങേയറ്റം മൂർധന്യാവസ്ഥയിലെത്തുന്നുണ്ട്. അദ്ദേഹം നമുക്കറിയാം ഏത് സമയത്തും പച്ചപ്പരാതെ ഏത് സമയത്തേക്ക് പുറത്ത് കിടക്കാറില്ല. പുറത്ത് കിടക്കഴിഞ്ഞാൽ ഗംഗയിൽ തിരിച്ചാട് ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോ വളരെയധികം മൂർധന്യാവസ്ഥയിലിരിക്കുന്ന അദ്ദേഹം ഗംഗയുടെ കടലിലേക്ക് എടുത്തുകയാണ്. ഭക്തനെ സാന്ത്വനപ്പെടുത്താനായിട്ട് റായ് രാമാനന്ദൻ സ്വരൂപ് ദാമോദറും ശ്രീമദ് ഭാഗവത ഏറ്റവും മധുരമണീയമായിട്ടുള്ള ശ്ലോകങ്ങൾ കൂട്ടി. ഇത് കേൾക്കുമ്പോൾ തൽക്കാലം ചൈതന്യ മഹാപ്രഭുവിന് ശാന്തത അനുഭവപ്പെടും. പക്ഷെ വീണ്ടും പഴയ വിരഹഭാവം വരും. പിന്നെ അദ്ദേഹം എന്താ കാണിക്കണം നമുക്കറിയില്ല. അദ്ദേഹം എല്ലാം മാന്തി കീറും. അങ്ങനെ എല്ലാം പല എന്താ പറയുക അഷ്ടസാത്വിക ഭാവത്തിന്റെ പല ലക്ഷണങ്ങൾ ആ സമയത്ത് കാണിച്ച് ചൈതന്യ മഹാപ്രഭു വേണ്ടി പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ജഗന്നാഥപുരത്തിന് ശേഷം 6 വർഷം ഭാരത പര്യടനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് നടത്തുന്നതിനേക്കാൾ മുമ്പ് സ്വരൂപ് ദാമോദരൻ പറയുന്നുണ്ട്, താങ്കൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് മദ്രാസ് പ്രൊവിൻസിൽ വെച്ചിട്ട് റായ് രാമാനന്ദൻ എന്ന ഭക്തനെ കാണാൻ പറ്റും. അദ്ദേഹമാണ് രാധാകൃഷ്ണ പ്രേമത്തിൻ്റെ വക്താവാണ്. അദ്ദേഹം പറയാം അത്രത്തോളം ഉയർന്ന ആളാണ്. അപ്പം അദ്ദേഹമായിട്ട് സംവാദം ചെയ്യണം. ചൈതന്യ മഹാപ്രഭു ഒരു ശിഷ്യൻ എന്ന നിലയിൽ റായ് രാമാനന്ദൻ നിന്ന് ദ ഹയസ്റ്റ് മീനിങ് ഓഫ് ഡിവോഷൻ സർവീസ്, ഹയസ്റ്റ് ലെവൽ എന്താണ് അത് മധ്യലീല അധ്യായം 152 മുതൽ 179 വരെ ശ്ലോകങ്ങളുണ്ട്. അത് ഗംഭീരമായിട്ട് പറയും. ഇതിന്ന് വർണ്ണാശ്രമധർമ്മത്തിന് വരുന്ന ഭക്തി മുതൽ രാധാകൃഷ്ണ പ്രേമം വരെയുള്ള ഭക്തിയുടെ പല ഘട്ടങ്ങൾ, പല തലങ്ങൾ ഓരോന്നായിട്ട് റായ് രാമാനന്ദ് വിവരിച്ചു കൊടുക്കുകയാണ്.
പക്ഷേ ചൈതന്യ മഹാപ്രഭു ഓരോന്നും തള്ളുന്നതാണ്. ഇതെല്ലാം ബാഹ്യമാണ്, എക്സ്റ്റേണൽ, ഇത് ബാഹ്യമായിട്ടുള്ള കാര്യമാണ് തള്ളും. അവസാനം കൃഷ്ണപ്രേമത്തിൻ്റെ രാധാറാണിയും കൃഷ്ണപ്രേമ പ്രേമത്തിനെ പറ്റി പറയുമ്പോൾ അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ഇതാണ് ഹയ്യസ്റ്റ്. അപ്പോൾ ഇത് ദിവസങ്ങളോളം ചൈതന്യ മഹാപ്രഭുവും റായ് രാമാനന്ദൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. റായ് രാമാനന്ദാസ് മദ്രാസിലത്തെ പ്രൊവിൻസിലെ ഗവർണറായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് റായ് രാമാനന്ദ, ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്കിനി ഗവൺമെൻറ് ജോലിയൊന്നും ആവശ്യമില്ല, അതൊക്കെ വിട്ടുകൊടുത്ത് അതെന്നെല്ലാം രാജിവെച്ച് ഫുൾ ടൈം വൃന്ദാവനത്തിൽ വന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് റായ് രാമാനന്ദൻ വരുന്നുണ്ട് ഇവിടെ. റായ് രാമാനന്ദനും സ്വരൂപ് ദാമോദറും കൂടിയിട്ട് പ്രതാപരുദ്രനെ സന്ധിക്കാനുള്ള, പ്രതാപരുദ്ര രാജാവ് അടുത്ത ശ്ലോകത്തിനെ പറ്റി പറയും. പ്രതാപരുദ്ര മഹാരാജാവ് പുരിയിലത്തെ മഹാരാജാവാണ്. അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ വെച്ചാൽ എങ്ങനെയെങ്കിലും ദർശനം എടുക്കണം. പക്ഷേ ചൈതന്യ മഹാപ്രഭു സന്യാസി ആയതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയും. സ്ത്രീഷു രാജപുരുഷേഷു പറയും. സ്ത്രീകളെയും രാജപുരുഷന്മാരെയും ഈ പറഞ്ഞ ഗവർണേഴ്സ്, രാജാക്കന്മാരെ, ഇതൊക്കെയും ഇവരുടെ കണക്കാണ്, രാഷ്ട്രീയ നേതാക്കളുടെ കണക്കാക്കണം. ചൈതന്യ മഹാപ്രഭു കൊണ്ട് പ്രതാപരുദ്രനെ കാണാൻ വിസമ്മതിക്കും. പക്ഷെ അവസാനം റായ് രാമാനന്ദും സ്വരൂപ് ദാമോദറും കൂടി ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ചൈതന്യ മഹാപ്രഭു രഥം വലിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ കിടന്നിട്ട് ശ്രീമദ് ഭാഗവതം ശ്ലോകങ്ങൾ പ്രതാപരുദ്രൻ അങ്ങനെ അതിഗംഭീരമായിട്ട് മാധുര്യമായി ആലപിക്കും. ഇത് കേൾപ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷവും. അങ്ങനെ പ്രതാപരുദ്രനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു റായ് രാമാനന്ദനെയും സനാതന ഗോസ്വാമിയും ഒരേപോലെ കണ്ടിരുന്ന ആളാണ്. അവർ രണ്ടുപേരും രണ്ട് തരത്തിൽ ഒരേപോലെ ഈക്വലി ഡിറ്റാച്ച്ഡ്. രണ്ടുപേരും ഗവൺമെന്റിൽ വളരെയധികം ഉയർന്ന തലത്തിലുള്ളതാണ്. സനാതന ഗോസ്വാമി പ്രധാനമന്ത്രിയായിരുന്നു. ബംഗാൾ രാജ്യത്തിൻ്റെ നവാബ് ഹുസൈൻ ഷായുടെ രാജാവായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു സനാതന ഗോസ്വാമി. ഇദ്ദേഹമാണ് പ്രതാപരുദ്രൻ്റെ കീഴിലുള്ള മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഗവർണറാണ് റായ് രാമൻ. അപ്പം രണ്ടുപേരും ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ദാസന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ പറഞ്ഞത് റായ് രാമാനന്ദ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും അടുപ്പമുള്ള മൂന്നര ഡിവോട്ടീസിനെ ഉള്ള ഒരാളാണ് റായ് രാമാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുമായിട്ടുണ്ട്, ഈ മൂന്നര ഡിവോട്ടീസുമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു എപ്പോഴും ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള, അനന്യസാധാരണമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള ലീലകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവരുമായിട്ടാണ്. അപ്പോൾ ആരാണ് ഈ മൂന്നര ഡിവോട്ടീസ്? മൂന്ന് പേരിൽ സ്വരൂപ് ദാമോദര, റായ് രാമാനന്ദ, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ ശിഖി മാതാജി, പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ടുള്ള മാധവി മാതാജി. അടുത്ത ശ്ലോകങ്ങളെ അവരെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ സ്വരൂപ് ദാമോദർ, റായ് രാമാനന്ദ പ്രഭു, ഷിഖി മാതാജി, ഷിഖി മാഹിതിയാണ് മൂന്ന് പേര്. നാലാമത്തെ അര എന്ന് പറയുന്നത് മാധവി മാധവി. ഷിഖി മഹീതിയുടെ സഹോദരിയായിട്ടുള്ള മാധവി ദേവിയാണ് മൂന്നര ആയിട്ട് കണക്കാക്കണം. അപ്പം എന്തുകൊണ്ട് അര വരണം? മാധവി ദേവി മാതാജിയാണ് ഏറ്റവും അത്യുന്നത തലത്തിലുള്ള ഭക്തയാണ്. ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം സന്യാസി ആയതുകൊണ്ട്
മാധവി ദേവിയായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തില്ല. അവരുടെ അടുപ്പമായിട്ട് അടുക്കാനും സമ്മതിക്കില്ല. ആ ഒരു കാരണം കൊണ്ട് അരയായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ചെയ്യാത്തതുകൊണ്ട് അരയായിട്ട് കണക്കാക്കാം. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശങ്ങൾ മുഴുവൻ സ്വരൂപ് ദാമോദർ എന്ന വഴിയാണ് കിട്ടുക. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ കഴുകിയിരുന്നത് മാധവി മാതാജിയാണ്. ചൈതന്യ മഹാപ്രഭു സ്വരൂപ് ദാമോദർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിക്കും. എന്നിട്ട് മാധവി ദേവി മാതാജിക്ക് കൊടുക്കും. മാധവി ദേവി വെച്ച് വളരെ നല്ല രീതിയിൽ അത് കഴുകി വൃത്തിയാക്കി വയ്ക്കും. കൂടാതെ പല അസാധാരണമായിട്ട് കുറേ സേവകൾ സ്വരൂപ് ദാമോദർ എന്തെല്ലാം ഏൽപ്പിച്ചോ അത് മുഴുവൻ ഒരു തെറ്റും കൂടാതെ പിഴവ് കൂടാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്ത ആളാണ് മാധവി ദേവി. ചൈതന്യ മഹാപ്രഭുവിനെ ഏറ്റവും ഉള്ളിലറിയുന്ന ആളാണ് മാധവി ദേവി. അതുകൊണ്ട് മാധവി ദേവി ഈ അര എന്ന് പറയുന്ന ഡിവോട്ടീസിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാധവി ദേവിയാണ്. നേരത്തെ ചൈതന്യ മഹാപ്രഭുവിന് നിങ്ങൾ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, പ്രദ്യുമ്ന മിശ്രയോട് പറയുന്നുണ്ട്, നിങ്ങൾ റായ രാമായണം പഠിക്കണം. അതനുസരിച്ച് പ്രദ്യുമ്ന മിശ്ര കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ റായ രാമായണത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. As Subala always assisted Krishna in his dealings with Radharani and Krishna Leela, Sri Ramananda Rai assisted Lord Chaitanya Mahaprabhu and in his feelings of separation from Krishna. അപ്പോൾ സുബല എങ്ങനെയാണോ കൃഷ്ണനെ രാധാറാണിയായിട്ടുള്ള ഡീലിങ്സൊക്കെ സഹായിച്ചിരുന്നത്, അതേപോലെ റായ് രാമാനന്ദ ചൈതന്യ മഹാപ്രഭുവിനെ ആ ഡീപ്പ് സെൻസ് ഓഫ് സെപ്പറേഷൻ, വിപ്രലംബ ഭാവം എന്ന് പറയും, ആ വിപ്ലവൻ്റെ ഭാഗത്ത് ഭഗവാൻ നിൽക്കുമ്പോൾ ഭഗവാനെ സേവ ചെയ്യാനായിട്ട് ഭഗവാന്റെ ഒപ്പം തന്നെ എപ്പോഴും റായ് രാമാനന്ദ ഉപേക്ഷണമായിരുന്നു. കാരണം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു എവിടേക്കാ പോകാമെന്ന് അറിയില്ല. ഉറക്കത്തിലെയും ബാക്കിയുള്ള ഉറങ്ങുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഉറക്കില്ല. അപ്പോൾ അദ്ദേഹം ചാടിപ്പോവും, എവിടേക്കെങ്കിലും പോവും. ഏതൊക്കെ അപകടങ്ങളിൽ പെടുകയെന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും ഭയമാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്. റായ് രാമാനന്ദ് അതിനെ ആ ഇൻറ്റൻസിറ്റി വിപ്രലംബ ഭാവം, ചൈതന്യ മഹാപ്രഭുവിന്റെ വിപ്രലംബ ഭാവത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹം വളരെയധികം എന്താ പറയുക അടുത്ത് നിന്നുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ സേവിച്ചു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജഗന്നാഥ വല്ലഭ നാടകം, ജഗന്നാഥ വല്ലഭ നാടകം എന്ന് പറയുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചാണ് റായ് രാമാനന്ദ്. അങ്ങനെ റായ് രാമാനന്ദിന്റെ ക്രൂയിസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരും, നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവ.